ശക്തിഹസ്തം വിരൂപാക്ഷം ക്ഷിതിവാഹം ഷടാനം ദാരുണം വിലോകാഗ്നം ഭാവേ കുടധ്വജം രക്ഷിക്കണേ. എന്തായത്? അഹമ്മദ് നിർത്താൻ. അഹമ്മദിയല്ല, ഇത് തേങ്ങ. അത് മനസ്സിലായി. അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്ക. മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം. പൊതുവിജ്ഞാനം തീരെ ഇല്ലല്ലേ? മാറ് മാറ്. അയ്യോ ഉടയ്ക്കരുത്. എന്റെ പണി കളയരുത്. ആ നാളികേരം ഞാൻ ഉടച്ചോളാം. അത് ശരി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം. തന്റെ പ്ലാൻ കൊള്ളാം. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം. അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ. കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായ ഈ ഞാനും നാട്ടുകാരും അത് പൊറുക്കില്ല. എന്താചാരം? കുറുപ്പത്തെ കുടുംബോംഗ ക്ഷേത്രമാണിത്. ഇന്ന് തൃക്കാർത്തിക നാളും. ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക വന്ന് വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല. അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല്. ഇതറിയില്ലേ? കുറുപ്പത്തെ കന്യയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. അവിടെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റും ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ്. അയ്യോ ഗൗരി കുഞ്ഞി, ആരാണവൻ? മുറ തെറ്റിച്ചവൻ ആരാണെന്ന് അറിയില്ല. അറിയില്ലേ? പിന്നെ എന്തിനാ നിന്റെയൊക്കെ സേവനം? നിഷേധി, പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനില്ല അവനെ. എന്തോ വാശിക്കെന്ന പോലെ തർക്കുത്തരം പറഞ്ഞ് തേങ്ങ അടിച്ച് കടന്നു കളഞ്ഞതാണ്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാവാൻ വഴിയുണ്ട്. തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം. തീര അവനാരാണെന്നറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത്. പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. പ്രശ്നം വെക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യ. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. എവിടെ മൂസാക്ക? വിളിക്കേ. എന്താ കാര്യം? പ്രായം കൊണ്ട് മൂപ്പില്ലെങ്കിലും താനം കൊണ്ട് ഞമ്മളാ ബലത്. പറഞ്ഞേക്ക് എന്റെ കെട്ടിയവനോട്. ഞമ്മക്കൊന്നും പൊടി കിട്ടണില്ല. കാര്യം എന്താച്ചാ പറ. ഞമ്മക്ക് പറയണം എന്റെ മോൻ എന്ത് തെറ്റേ ചെയ്തതെന്ന്. എന്തിനാ അവന്റെ കരണത്തടിച്ച് പുറത്താക്കിയെന്ന്. ആരാവിടെ? വീരാൻകുട്ടി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞമ്മളോട് പറയാം. ഈലിപ്പോ പറയാൻ എന്തിരിക്കുന്നത്? നിങ്ങൾക്കും കൂടി അറിയാവുന്ന കാര്യല്ലേ. ഓനൊരു തെറ്റ് ചെയ്തു എന്നും വെച്ച് സസ്പെൻസിൽ നിർത്താന്ന് വെച്ചാലേ അതിന്റെ നാണക്കേടുക്കാൻ കൂടിയല്ലേ. ഇത് ചോദിച്ച് വീരാൻകുട്ടി എന്തേ വരാത്തതെന്ന് ആലോചിക്കായിരുന്നു ഞമ്മള്. റഹീമിനോട് നമ്മൾ അന്നേ പറഞ്ഞതാ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ജോലിക്കാരെ. അല്ലേലും ഓൻ ഇവിടുത്തെ സ്വന്തം കുട്ടി തന്നെയല്ലേ. മോന്റെ ജോലിക്കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളിത് പറയാൻ തക്കണോ? ഓൻ എന്ത് തെറ്റാ ചെയ്തേ? ഓനോട് തന്നെ ചോദിക്ക്, പറഞ്ഞുതരും. വീരാൻകുട്ടി എന്താ ബിസിനസ് എല്ലാം ഓനെ ഏൽപ്പിക്കാത്തെ? ബിസിനസ് പൊളിയും അല്ലേ? ആദ്യം സ്വഭാവ ഗുണം ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് മതി ജോലി. മുസാക്ക, ഈ പറയണ സ്വഭാവ ഗുണമൊന്നുമില്ലാത്ത കുടുംബത്തിന് തന്നെയാ നിങ്ങൾ നിൽക്കാതെ കഴിച്ചിരിക്കണേ. കുറച്ച് പണം ഉണ്ടായിന്ന് കരുതി പയ്യൻ നില മറക്കണ്ട. എന്റെ മോന്റെ ജോലി പോവല്ലോ എന്ന് കരുതിയല്ല നിങ്ങളെ കാല് പിടിക്കാൻ വന്നത്. ബന്ധങ്ങൾ നിലനിൽക്കണല്ലോ എന്ന് കരുതിയാ. ഐസ, ഞമ്മളിനി പടി ചവിട്ടൂല. തൃപ്തിയായില്ലേ? തെണ്ടിത്തിരിഞ്ഞാണ് വിളിച്ച് പണി കൊടുത്തതിന്റെ ഫലം കിട്ടിയില്ലേ? കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറയുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ. ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. മാഷിനോടല്ല, കുഞ്ഞാലിക്കുട്ടി മാഷിനോടാ ചോദിച്ചത്. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുമേലെ കുറവൊന്നും കാണുന്നില്ലല്ലോ. കാന്താരി കൂടെ ഉണ്ടായിരുന്നോ? ഇതെന്റെ മോളാ മാഷെ, ശോഭന. മൂത്തത് മകനാ സുമാരൻ. അവനങ്ങ് പട്ടാളത്തിലാ. ഇരിക്കുന്നു. അത് മുരുകനല്ലേ? ആണോ? സുമാരൻ. ഇരിക്കുന്നു. എന്തൊരു റൗഡി, അല്ല പ്രൗഡി.
മോന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി? അതങ്ങ് ഉറപ്പിച്ചു. സുകുമാരനാണെ പെണ്ണ് സുന്ദരിയായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല. ഇതൊക്കെയാ കണ്ടീഷൻ. എവിടെ നിന്ന് കിട്ടാൻ? എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ലീവിന് വന്നാ ഉടനെ നടത്താനിരിക്കുക. ആ മീൻ പൊരിച്ചിങ്ങോട്ട് വെച്ച ശോഭന പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. പിന്നെ SSLC ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കായിരുന്നു. ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻ പൊരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാ. എന്തായാലും ഡ്രിൽ മാഷിനെക്കാളും പഠിപ്പുണ്ട്. വെറുതെ അല്ല, അലിയാര് ഭാഷ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുകൂടാത്ത. കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും കണ്ണൻ നായര്? തമാശ. ഒരു ദിവസം മാഷ് അറിയാതെ ഉണ്ണുന്ന ചോറിൽ വിഷം വെക്കുന്ന അവൾ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകം വെക്കണോ? ദിവസവും കഴിച്ചോണ്ടിരിക്കുകയല്ലേ. അത് മാഷ് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ആരാ? നമ്മളാരാ? ഞാൻ എവിടത്തെയാ? നിങ്ങളാരാ? ഞാൻ ഹാജിയാര്. ഹാജാരോ? ബാപ്പാ, ഒരു ഹാജാരോ വന്നിരിക്കണേ. ഞാൻ ഹാജിയാരല്ല, കുട്ടിയുടെ ഹാജിയാര് വാപ്പയെ കാണാൻ വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയോ? ആ, സത്യമായിട്ടും കുഞ്ഞാലിക്കുട്ടി. ആരാ? കുഞ്ഞാലിക്കുട്ടിയോ? മോളെ, ഇത് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി. ഇതെന്റെ മോള് മുംതാസ്. നമസ്കാരം. വാ, അകത്തിരിക്കാം. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുത്ത്. മോൻ വന്നേ പിന്നെ ബാപ്പ 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. മോനെ കാണാതെ ബാപ്പയ്ക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലെന്നാ തോന്നണേ. ബാപ്പയ്ക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം. തടിമില്ലി പോയാ കുഞ്ഞാലിക്കുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ എത്തും. വീട്ടിലാണെങ്കിൽ പിന്നെ എപ്പോഴും കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി. അലിയാരി മാസ്റ്ററുടെ കൂടെയുള്ള താമസം എങ്ങനെ? സുഖമാണല്ലോ? ദരിദ്രവാസി മാഷേ, ഹാജിയാരല്ലേ ആറാം പറഞ്ഞോ പറഞ്ഞാൽ എന്നെ അനുസരിക്കാത്തവൻ ഈ നിമിഷോട് ഇറങ്ങിക്കോണം. എന്നാ തന്റെ പാഠം ഇറങ്ങിപ്പോടോ. പരമസുഖം. ആള് ശുദ്ധനാണ്, ഭർത്താനം കുറച്ച് അധികം, അത്രേ ഉള്ളൂ. മോനിരിക്കെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. ബാപ്പ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല. എപ്പോഴും ബാപ്പയെ കുറിച്ച് പറയാനേ ആജിയാർക്ക് നേരമുള്ളൂ. എല്ലാം പടച്ചോന്റെ അനുഗ്രഹം. തൽക്കാലം വേറെ വിശേഷം ഒന്നുമില്ല. കത്തു ചുരുക്കുന്നു എന്ന് സ്വന്തം മകൻ കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ എങ്ങനെയുണ്ടടി സൂര? ദുബായിലേ പോവൂ എന്ന് ഇവിടെ കിടന്ന് വിളിച്ചു പോവില്ലേ? ഇതാണ് പറയണത്. മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്കായും ആദ്യം കായ്ക്കും, പിന്നെ മധുരയ്ക്കും. നീ പറഞ്ഞത് ശരിയാ. ഗൗരിക്കുട്ടി ഇത് വാങ്ങണം. ഗൗരിക്കുട്ടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. പാവം ഗൗരിക്കുട്ടി ഇത് വാങ്ങണം. ഇല്ലെങ്കിൽ ഇവന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാവും. ഇപ്പൊ തന്നെ ഊണില്ല, ഉറക്കമില്ല. ഗൗരിക്കുട്ടിയോട് പ്രേമാണ് അത്രേ, അല്ലേടാ? പിന്നെ ഭയങ്കര പ്രേമം. ഇനിയും എന്നെ ശല്യം ചെയ്താ ഞാൻ ഏട്ടന്മാരോട് പറയും. നിന്റെ ചേട്ടന്മാരാ? ഇവിടുത്തെ രാജാക്കന്മാരാ?
കുറുപ്പന്മാരുടെ രാജാക്കന്മാരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. കേറാ. കുഞ്ഞാലിക്കുട്ടി എവിടെ? കുഞ്ഞാലിക്കുട്ടിയെ ഒരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. വെയിലാറുമ്പോ എടുത്തോണ്ട് പോകും. പണി നോക്കി പോടൂ. വരാനല്ലേ പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? മലപ്പുറത്തേക്ക്. എന്തിനു കൊണ്ടുപോകുന്നു? ഉണക്കാൻ. ആ മാഷാണല്ലേ? ആരാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ഹാജിയാരല്ലേ? മറുപടി പെട്ടെന്നാവുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ അത്ര നല്ലവനല്ല. ഒന്ന് ചോദിച്ച് അടുത്തതിന് ഇതാ എന്റെ ശീലം. പറഞ്ഞോ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനല്ല, അങ്ങനെ ഒരു ക്ഷേത്രവും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. കള്ളം. ഞാൻ കണ്ടതാ. ഇവൻ തന്നെ. ശങ്കരന് ആള് തെറ്റിട്ടില്ല. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം. ഇവനെ ഞാൻ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. എന്തായത്? എന്തിനാ അവനെ പിടിച്ചോണ്ട് വന്നത്? ന്യായാധിപനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരണം വരണം. എന്നെ തോൽപ്പിക്കാൻ പടച്ചോനോട് തന്നെ പക വീട്ടണോ ഹാജിയാരെ? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയാ. വലിയ കുറുപ്പത്തെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരായാലും അവന്റെ കൈയും കാലും മുറിച്ചേ വിടൂ. മനസ്സിലായില്ലേ? കുറുപ്പത്ത് കുടുംബക്ഷേത്രത്തിൽ കയറി ആചാരങ്ങൾ തെറ്റിച്ചവനായവൻ. ഇത് പച്ചക്കള്ളമാണ്. കുറുപ്പേ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റിച്ചത് ആരായാലും അതിന്റെ ശിക്ഷയും നടപ്പിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റി. ഇതെന്റെ സ്കൂളിലെ മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി. ഓരോ ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിന് ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. കണ്ടവരുണ്ട് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞുമകൾ അവൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
വീര വിളിച്ചോണ്ട് വാ അവളെ. കുഞ്ഞിങ് വന്നോട്ടെ, കാണാം. ഗൗരിക്കുട്ടി, ഇവൻ തന്നെയല്ലേ ക്ഷേത്രത്തിൽ കയറിയത്? കുട്ടി കണ്ടോ ഈ കുഞ്ഞാലിക്കുട്ടി നിങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? പറ, ഇവൻ തന്നെയല്ലേ? അല്ല, ഇയാളല്ല. ജോലിക്കുഞ്ഞ് ശരിക്കും നോക്കിയേ, നാളികേരം ഉടച്ച് തിരിഞ്ഞോടി ഇയാൾ തന്നെയാ. എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല. എന്നോടുള്ള പക തീർക്കാനാണ് ഈ പുറപ്പാടെങ്കിൽ അത് പാവങ്ങളോട് വേണ്ട. വലിയവനാകാൻ മസിൽ വളർന്നാ പോരാ, മനസ്സ് വളരണം. കുഞ്ഞാലിക്കുട്ടി വാ. സത്യമായിട്ടും ഗൗരിക്കുഞ്ഞിന് ആള് തെറ്റിയതാ. നാളികേരം ഉടച്ചത് അവൻ തന്നെയാ. അയാളൊരു മുസ്ലിം ആയിട്ടോ എന്റെ ക്ഷേത്രത്തിൽ കയറിയത്? ഒരുപക്ഷേ എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല, 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 ഇയാളല്ല.